ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഒരു ആട്ടിൻ്റെ തലയാണിത്. ആട്ടിൻ്റെ തല തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇൻഷാ അല്ലാഹ് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കട്ടെ. ആട്ടിൻ്റെ തലയുടെ പീസിൽ കൂടെ സൂപ്പിൻ്റെ പീസും കൂടെ ഇട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് സൂപ്പിടാൻ വേണ്ടിയിട്ട് എടുക്കാം. സൂപ്പിൻ്റെ പീസ് നമുക്ക് തലയിൽ കൂടെ ഇട്ട് തോരൻ വയ്ക്കാം. അത് നല്ലതാണ്, ടേസ്റ്റ് ഉള്ളതാണ്. സൂപ്പിൻ്റെ പീസ് അത്രയ്ക്കില്ല, കുറച്ചേ ഉള്ളൂ. ഇതിൽ കണ്ണുണ്ടായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നേ. കണ്ണ് കാണുമ്പോൾ തന്നെ പേടിയാവും. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിൽ ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഫ്രീസറിൽ വെച്ചിരുന്നോണ്ട് ഐസ് പോകുന്നതേ ഉള്ളൂ. ബ്രെയിനാണിത്. ബ്രെയിൻ സെപ്പറേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലഡ് കളറിലുള്ള അതായത് രക്തത്തിൻ്റെ ഇതില്ലേ വെയിൻ, ഇങ്ങനെ ഓരോ ചെറിയ വെയിൻ ഇതിനകത്ത് വേണം. അതെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഫോഴ്സിന് വെള്ളം ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഇളകിപ്പോകും. ഓരോ നൂല് പോലെ ഉണ്ട് ഓരോ വെയിൻ. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ച് നന്നായിട്ട് ഉരച്ച് കല്ലുപ്പോട് കൂടിയിട്ട് കല്ലുപ്പും കൂടെ ആയിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുതരം മെഴുപ്പും ഒരു വേസ്റ്റും ബ്ലഡിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കൂടി പറ്റിയിരിക്കുന്ന വേസ്റ്റുകളുണ്ട്. ഈ കല്ലിലൊക്കെ വെച്ച് വെട്ടുന്നതിൻ്റെ അതിൻ്റെ അഴുക്കും ബ്ലഡും എല്ലാം പറ്റിയിരിക്കുന്നതാണ്. അത് കല്ലുപ്പിട്ട് നന്നായിട്ട് വെച്ച് കഴിയുമ്പം ആടിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. ഈ വേസ്റ്റിൻ്റെ ആ ഒരു മെഴുപ്പും കാര്യങ്ങളും അതെല്ലാം പോകും. ഇത് നന്നായിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴിയുമ്പോൾ അതിനകത്ത് അഴുക്കുകളെല്ലാം നന്നായിട്ട് പോകും. ഇനി നമുക്ക് വെള്ളം വെച്ച് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ ഒരു പീസ് പട്ട നന്നായിട്ട് ഒടിച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഈ പട്ടയും പെരുംജീരകവും
ഫുള്ളായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ഇട്ടാലും മതി. ആവശ്യത്തിന് ഉപ്പിടാം. ഈ പീസ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വേവിച്ചില്ലെങ്കിൽ പീസിൽ ഉപ്പ് പിടിക്കില്ല. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയുടെ, ഞാനൊരു 10-15 കുരുമുളക് ഇട്ടിട്ടുണ്ട്, എങ്കിലും കുരുമുളക് പൊടിയുടെ ഇടണം. കുറച്ച് കറിവേപ്പില, കുറച്ചധികം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. നമ്മുടെ തലത്തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെയായിരിക്കും തലത്തോരന് അരപ്പ് തയ്യാറാക്കുന്നത്. നമ്മൾ തേങ്ങ ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ ഒന്ന് വറ്റുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഇത് ഒരുപാട് നമ്മൾ തീയലിനൊക്കെ വറുക്കുന്നത് പോലെ വറുക്കണ്ട. നല്ല നൈസായിട്ട് ചെറുതായിട്ട് ചെറുകിയെടുത്ത തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിക്കോളും. ഇതിപ്പം നമ്മുടെ തലത്തോരൻ്റെ പീസിനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള തേങ്ങ ഇട്ടാൽ മതി. അപ്പോൾ എത്ര അളവെന്ന് പറഞ്ഞാൽ എല്ലാവരും തോരൻ വയ്ക്കുന്ന ഒരേ അളവിനായിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഏകദേശം എത്രത്തോളം വേണ്ടി വരുമെന്ന്. ഞാനിതൊരു അരമുറിയുടെ അത്ര എടുത്തിട്ടില്ല തേങ്ങ. കുറച്ചൊരു 1/2 കിലോയ്ക്കുള്ള തലത്തോരനുള്ള പീസേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തേങ്ങ ഇത്ര മതി. ഇത് തന്നെ ധാരാളം. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ വറുത്ത് കിട്ടുന്ന കറക്റ്റ് ടൈം ഇതാണ്. ഇത്രയും ഇങ്ങനെ പാടുള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്തെടുക്കാൻ ഒരു 5 മിനിറ്റ് ആവശ്യമേ ഉള്ളൂ. നമ്മൾ തീയൽ വറുക്കുന്നത് പോലെ ശരിക്കും ഗോൾഡൻ കളറിലൊന്നും ബ്രൗൺ കളറിലൊന്നും ആവേണ്ട തേങ്ങ. ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റായ മാത്രം മതി. ഉള്ളി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിൻ്റെ പച്ച സ്മെല്ലങ്ങ് മാറിയാൽ മതി. ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല കുക്കായി കിടക്കുന്ന നമ്മുടെ തലത്തോരൻ്റെ പീസിലേക്ക് ചേർക്കാം. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു 1/4 സ്പൂൺ കടുക്, ഒരു 1/4 സ്പൂൺ പെരുംജീരകം, അതുപോലെ തന്നെ അല്പം ഉലുവ.